ഉഷ്ണതരംഗം മൂലം ശരീരത്തിലുണ്ടാകാൻ സാധ്യതയുള്ള ആന്തരിക തകരാറുകളും അടിയന്തര ചികിത്സയെക്കുറിച്ചുമുള്ള ഡോക്ടർമാരുടെ വിശകലനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാജ്യത്ത് പലയിടത്തും ഉഷ്ണതരംഗം സജീവമായിരിക്കുകയാണ്. ദീർഘനേരം കടുത്ത ചൂടുമായി സമ്പർക്കത്തിൽ വരുന്നത് മൂലം അതീവ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുമായി എത്തുന്ന രോഗികളുടെ എണ്ണം എമർജൻസി വിഭാഗങ്ങളിൽ വർദ്ധിച്ചു വരികയാണ്. കഠിനമായ ക്ഷീണം, തുടർച്ചയായ ഛർദി, വയറുവേദന, വയറിളക്കം, ആശയക്കുഴപ്പം, പെട്ടെന്ന് ബോധരഹിതരായി വീഴുക തുടങ്ങിയ ലക്ഷണങ്ങളുമായി പകലും രാത്രിയും ആളുകൾ ആശുപത്രികളിൽ എത്താറുണ്ട്. സാധാരണയായി ഉഷ്ണതരംഗങ്ങൾ നിർജ്ജലീകരണം, തളർച്ച എന്നിവയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്നാൽ കടുത്ത ചൂടിൽ ഏറെ നേരം തുടരുന്നത് മൂലം ഉണ്ടാകുന്ന ഗുരുതരമായ സങ്കീർണതകളുമായി എത്തുന്ന രോഗികളുടെ എണ്ണം എമർജൻസി വിഭാഗങ്ങളിൽ ഇപ്പോൾ വർദ്ധിക്കുകയാണ്. ചില സന്ദർഭങ്ങളിൽ സാധാരണ ചൂട് മൂലമുണ്ടാകുന്ന ഹീറ്റ് സ്ട്രെസ് തുടങ്ങുന്നത് പിന്നീട് ശരീരത്തിലെ ഒന്നിലധികം അവയവങ്ങളെ ബാധിക്കുന്ന ജീവന് തന്നെ ഭീഷണിയായ അടിയന്തര ഘട്ടമായി മാറുകയും ചെയ്യുന്നു. വയറുവേദന, വയറിളക്കം, ഓക്കാനമല്ലെങ്കിൽ കഠിനമായ തളർച്ച തുടങ്ങിയ ലക്ഷണങ്ങളെ പലരും കടുത്ത ചൂടുമായി പെട്ടെന്ന് ബന്ധപ്പെടുത്താറില്ല. അതിൻ്റെ ഫലമായി ഇത് ഫുഡ് പോയ്സണിങ്ങോ വയറ്റിലെ അണുബാധയോ അല്ലെങ്കിൽ സാധാരണ ക്ഷീണമോ ആണെന്ന് കരുതി പലരും ചികിത്സ തേടാൻ വൈകുകയും ചെയ്യുന്നു. എമർജൻസി വിഭാഗത്തിൽ എത്തുമ്പോഴേക്കും ശരീരത്തിനുള്ളിൽ ഗുരുതരമായ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടാകും. ചൂട് മൂലമുണ്ടാകുന്ന രോഗനിർണയം തുടക്കത്തിൽ തന്നെ കണ്ടെത്തുക എന്നത് പലപ്പോഴും വെല്ലുവിളിയാണ്. കാരണം ഇതിൻ്റെ പല ലക്ഷണങ്ങളും മറ്റു രോഗങ്ങളുടെ ലക്ഷണവുമായി സാമ്യമുള്ളവയാണ്. ചില രോഗികൾ ഛർദി, തലകറക്കം, നിർജ്ജലീകരണം എന്നിവയുമായി വരുമ്പോൾ മറ്റു ചിലർ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ, അബോധാവസ്ഥ അല്ലെങ്കിൽ ആശയക്കുഴപ്പം എന്നിവയോടെയാണ് എത്തുന്നത്. ഈ അവസ്ഥ കൃത്യമായി മനസ്സിലാക്കുകയും ചൂട് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ ശരിയായ സമയത്ത് തിരിച്ചറിയുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം ഇതിൻ്റെ ചികിത്സയും ഫലങ്ങളും തികച്ചും വ്യത്യസ്തമാണ്. ഇനി എന്താണ് ഹീറ്റ് എക്സോഷൻ? അമിതമായ വിയർപ്പ്, തളർച്ച, ശാരീരിക ക്ഷീണം, തലകറക്കം, നിർജ്ജലീകരണം എന്നിവയാണ് സാധാരണയായി ഹീറ്റ് എക്സോഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്നാൽ കടുത്ത ചൂടുമായുള്ള സമ്പർക്കം തുടരുകയും ശരീരത്തിന് താപനില നിയന്ത്രിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ഇത് സൂര്യാഘാതമായി മാറിയേക്കാം. ശരീരത്തിൻ്റെ ആന്തരിക താപനില, അതായത് കോർ ബോഡി ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാകുകയും കേന്ദ്ര നാഡീവ്യൂഹത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യുന്ന ജീവന ഭീഷണിയായ ഒരു അടിയന്തര സാഹചര്യമാണ് സൂര്യാഘാതം. ആശയക്കുഴപ്പം അല്ലെങ്കിൽ മസ്തിഷ്കഭ്രമം, അപസ്മാരം അല്ലെങ്കിൽ ഫിറ്റ്സ്, ബോധക്ഷയം, ശരീരം നന്നായി ചൂടാകുകയും ശരീര താപനില ഉയരുകയും ചെയ്യുക, ദ്രുതഗതിയിലുള്ള ഹൃദയമിടിപ്പ്, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്നീ ലക്ഷണങ്ങൾ സൂര്യാഘാതം ബാധിച്ച രോഗികളിൽ കാണപ്പെടാം. ഈ ഘട്ടത്തിൽ രോഗാവസ്ഥ വെറും ഒരു നിർജ്ജലീകരണത്തിനപ്പുറത്തേക്ക് മാറുന്നു. ശരീരത്തിലെ അവയവങ്ങൾക്ക് നേരിട്ട് താപമേൽക്കുകയും ശരീരം മുഴുവൻ വ്യാപിക്കുന്ന വീക്കത്തിന് കാരണമാവുകയും ചെയ്യുന്നു. പെട്ടെന്നുണ്ടാകുന്ന വൃക്ക തകരാർ, കരൾ പ്രവർത്തനരഹിതമാകുകയോ കരളിലെ തകരാറുകളോ, കഠിനമായ ശ്വാസകോശ തടസ്സം, ശരീരത്തിലെ ലവണങ്ങളുടെ അളവിലുണ്ടാകുന്ന ഗുരുതരമായ വ്യതിയാനങ്ങൾ, രക്തം കട്ട പിടിക്കുന്നതിലുണ്ടാകുന്ന ഗുരുതരമായ തകരാറുകൾ, പേശീകോശങ്ങൾ അതിവേഗം നശിക്കുന്ന അവസ്ഥ എന്നിവയാണ് സൂര്യാഘാതം ബാധിച്ചവർക്ക് വരാൻ സാധ്യതയുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ. കടുത്ത ചൂട് മൂലമുണ്ടാകുന്ന രോഗങ്ങളിൽ അധികമാരും അറിയാത്ത എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കീർണതയാണ് റാപ്ഡോമയോലിസിസ്. പേശീകോശങ്ങൾ നശിക്കുമ്പോൾ രക്തത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന പദാർത്ഥങ്ങൾ വൃക്കകളുടെ പ്രവർത്തനത്തെ തകിടം മറിക്കുകയും അത് വൃക്ക തകരാറിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇതേസമയം സൂര്യാഘാതം മൂലമുണ്ടാകുന്ന ശാരീരിക വീക്കം അവയവങ്ങളുടെ തകരാറ് കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നു. ഇത് ഹൃദയമിടിപ്പിലെ വ്യതിയാനങ്ങൾ, കമ്പാർട്ട്മെന്റ് സിൻഡ്രോം, ജീവന ഭീഷണിയായ രക്തം കട്ടപിടിക്കൽ പ്രശ്നങ്ങൾ എന്നിവയ്ക്കും കാരണമാകാം. അതുകൊണ്ടാണ് കഠിനമായ സൂര്യാഘാതത്തിൻ്റെ ചികിത്സ വെറും IV ഫ്ലൂയിഡുകൾ നൽകുന്നതിൽ മാത്രം ഒതുങ്ങാത്തത്. അതിവേഗത്തിലുള്ള തണുപ്പിക്കൽ പ്രക്രിയ, തീവ്ര പരിചരണം, അവയവങ്ങൾക്കുള്ള പിന്തുണ എന്നിവ ആവശ്യമായി വരുന്ന സങ്കീർണമായ ഒരു അവസ്ഥയാണ് എമർജൻസി മെഡിക്കൽ ടീമുകൾക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. രോഗി എത്തുന്ന നിമിഷം മുതൽ വൃക്ക, കരൾ എന്നിവയുടെ പ്രവർത്തനം, രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ, ലവണങ്ങളുടെ അളവ്, നാഡീവ്യൂഹത്തിൻ്റെ അവസ്ഥ എന്നിവയെല്ലാം സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. 62 വയസ്സുകാരിക്ക് സൂര്യാഘാതം ബാധിച്ചതിൻ്റെ ഒരു കേസ് സ്റ്റഡി കൂടി നമുക്ക് നോക്കാം. കടുത്ത ചൂടുള്ള സമയത്ത് മകളുടെ വിവാഹ ആവശ്യങ്ങൾക്കായി തുടർച്ചയായി 2 ദിവസം ഒരു 62 വയസ്സുകാരി ഷോപ്പിംഗ് നടത്തി. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന അവർക്ക് അസ്വസ്ഥതകൾ വർദ്ധിച്ചിട്ടും അവർ കാര്യമാക്കിയില്ല. ഒടുവിൽ ബോധരഹിതയായ അവരെ വഴിയാത്രക്കാരനാണ് എമർജൻസി വിഭാഗത്തിൽ എത്തിച്ചത്.
ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അവരുടെ ശരീര താപനില 107 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരുന്നു. ചർമ്മം ചൂടായി വരണ്ടുണങ്ങിയ അവസ്ഥയിലുമായിരുന്നു. ഒന്നിലധികം അവയവങ്ങളുടെ തകരാറുകളോടെ ഹീറ്റ് സ്ട്രോക്ക് സ്ഥിരീകരിച്ച് അവരെ ഏകദേശം 2 ആഴ്ചയോളം ഐസിയുവിൽ തീവ്രപരിചരണത്തിനായി വിധേയമാക്കേണ്ടി വന്നു. മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ അവഗണിക്കുമ്പോൾ ചൂട് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എത്ര വേഗത്തിലാണ് ഗുരുതരമാകുന്നതെന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. ശരീരത്തിൻ്റെ തണുപ്പിക്കൽ സംവിധാനം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ മസ്തിഷ്കം, വൃക്കകൾ, കരൾ, പേശികൾ, ശ്വാസകോശം, രക്തചംക്രമണ വ്യൂഹം തുടങ്ങി ഒന്നിലധികം അവയവങ്ങൾക്ക് ഒരേ സമയം കേടുപാടുകൾ സംഭവിക്കാം. ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളിൽ ഉഷ്ണതരംഗം ഉണ്ടാക്കുന്ന ആഘാതം എന്തെല്ലാമെന്ന് നോക്കാം. ഉഷ്ണതരംഗത്തിൻ്റെ ആഘാതം ആരോഗ്യ സംരക്ഷണ മേഖലയിലും പ്രകടമാണ്. പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ പ്രതിവർഷം 10 ലക്ഷത്തിലധികം ആളുകൾ കടുത്ത ചൂട് കാരണം എമർജൻസി വിഭാഗങ്ങളിൽ അധികമായി എത്തുന്നുണ്ടെന്നാണ്. ഇത് വേനൽക്കാലത്തെ ആകെ എമർജൻസി കേസുകളുടെ 6% വരും. നേരിട്ട് ചൂട് മൂലമുള്ള രോഗങ്ങളുമായി വരുന്നവർക്ക് പുറമെ കടുത്ത ചൂട് മറ്റു രോഗമുള്ളവരുടെ അവസ്ഥ കൂടുതൽ വഷളാക്കുകയും ഇത് ആരോഗ്യ സംവിധാനങ്ങൾക്ക് വലിയ ഭാരമായി മാറുകയും ചെയ്യുന്നു. പ്രായമായവർ, ചെറിയ കുട്ടികൾ, വെയിലത്ത് ജോലി ചെയ്യുന്നവർ, ഹൃദ്രോഗം, വൃക്കരോഗം അല്ലെങ്കിൽ പ്രമേഹമുള്ളവർ, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, ശരീരത്തിലെ ദ്രാവകങ്ങളുടെ അളവിനെയോ താപനില നിയന്ത്രണത്തെയോ ബാധിക്കുന്ന മരുന്നുകൾ കഴിക്കുന്നവർ എന്നീ ആളുകൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഉഷ്ണതരംഗങ്ങളുടെ സമയത്ത് എല്ലാ രോഗികളും ഹീറ്റ് സ്ട്രോക്കിൻ്റെ പരമ്പരാഗത ലക്ഷണങ്ങളുമായി വരണമെന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ നിരീക്ഷണമാണ്. പലരും വയറുവേദന, തുടർച്ചയായ ഛർദി, വയറിളക്കം, ഓക്കാനം, തലകറക്കം അല്ലെങ്കിൽ കടുത്ത ക്ഷീണം എന്നിവയുമായാണ് വരുന്നത്. തുടക്കത്തിൽ ഇവ നിസാരമായി തോന്നാമെങ്കിലും ചൂട് മൂലമുണ്ടാകുന്ന ഗുരുതരമായ അവസ്ഥ ആദ്യ ലക്ഷണങ്ങളാവാം. കൂടുതൽ ചൂടുള്ള കാലാവസ്ഥയിൽ, പ്രത്യേകിച്ച് ദീർഘനേരം വെയിലേറ്റതിന് ശേഷം വിട്ടുമാറാത്ത ക്ഷീണം, തുടർച്ചയായ ഛർദി, വയറുവേദന, വയറിളക്കം, തലകറക്കം, അസാധാരണമായ തളർച്ച, ആശയക്കുഴപ്പം അല്ലെങ്കിൽ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ എന്നിവയുണ്ടായാൽ ഉടനടി വൈദ്യസഹായം തേടേണ്ടതാണ്. ചൂട് മൂലമുള്ള രോഗങ്ങൾ അവയവങ്ങളുടെ തകരാറുകളിലേക്കും ജീവന് ഭീഷണിയാകുന്ന മറ്റു സങ്കീർണതകളിലേക്കും വഴിമാറുന്നത് തടയാൻ നേരത്തെയുള്ള രോഗനിർണയവും കൃത്യസമയത്തുള്ള ചികിത്സയും അത്യാവശ്യമാണ്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.